സിൽക്ക് ഗാർഡനിൽ തുണിത്തരങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഓണം പ്രമാണിച്ച് വസ്ത്രങ്ങൾ പകുതി വിലയ്ക്ക് ലഭിക്കുന്നു. വസ്ത്രവ്യാപാര രംഗത്തെ 27 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സിൽക്ക് ഗാർഡനിൽ മറ്റെങ്ങും ലഭിക്കാത്ത തരത്തിലുള്ള ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സിൽക്ക് ഗാർഡനിൽ എപ്പോഴും തിരക്കാണല്ലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ജനം പറയും. ഗുണമേന്മയും വിലക്കുറവുമുള്ള വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ സിൽക്ക് ഗാർഡനിൽ തന്നെ വരണം. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. വടക്കാഞ്ചേരി നഗരസഭയുടെ ദുർഭരണത്തിനും അഴിമതിക്കും കൊടും കാര്യസ്ഥതയ്ക്കുമെതിരെ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. നാളെ രാവിലെ 10 മണിവരെയാണ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി സമരം ഉദ്ഘാടനം ചെയ്തു. ഈ രണ്ട് പ്രാവശ്യവും ജനങ്ങളുടെ ഈ നഗരസഭ സാധിച്ചിട്ടില്ല. ജനങ്ങളോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനം നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ജനശ്രദ്ധയിൽ കൊണ്ടുവരാനും ഈ സർക്കാരിനെതിരെ ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി ഗുണകരമായ ഫലം ഉണ്ടാകുന്ന ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഗുണകരമായ റിസൾട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു ധാർമ്മിക സമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 24 മണിക്കൂർ നിൽക്കുന്ന ഈ സമരം വളരെ ബുദ്ധിമുട്ടേറിയ സമരമാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായതുകൊണ്ട് അത് വളരെ ആസ്വാദ്യകരമായി അത് വിജയകരമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നഗരസഭ വടക്കാഞ്ചേരി നഗരസഭയുടെ ആരംഭകാലത്തിലൊക്കെ ഇതിന്റെ ആവിർഭാവ സമയത്ത് അജിത് കുമാറിനും അതുപോലെ നേതാക്കൾക്ക് അറിയുന്ന പോലെ ചെറിയ ഒരു ഇടപെടലൊക്കെ എന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ആരംഭ കാലഘട്ടത്തിൽ നഗരസഭ വരുന്നതിന് PN ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ അത് നടപടികളുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഈ നഗരസഭ വരുന്ന സമയങ്ങളിൽ സാധാരണ നഗരസഭ പഞ്ചായത്തുകൾ നഗരസഭകളാവുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ, ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, നാടിന്റെ പ്രതീക്ഷയുണ്ടാകും. ആവാഹന വരുമാനം വർദ്ധിക്കണം. ഒന്നാമത്തെ ആവാഹന വരുമാനം വർദ്ധിക്കണം. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉണ്ടാകണം. ജനങ്ങളുടെ ജീവിത നിലവാരം സാഹചര്യം ഉയരണം. പ്രധാനമായി പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി ഉയരുമ്പോൾ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ കാര്യങ്ങൾ അതാണ്. ദൗർഭാഗ്യവശാൽ പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് ലഭിച്ചില്ല. പരമാവധി ശ്രമം നടത്തിയെങ്കിലും ജനങ്ങളുടെ സത്യത്തെ തെരഞ്ഞെടുത്തത് CPM-നെയാണ്. ഓക്കെ, ജനാധിപത്യം അത് ശരിയാണ്. പക്ഷേ ഒരു മുനിസിപ്പാലിറ്റി ഉയരുമ്പോൾ, പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി ഉയരുമ്പോൾ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏതാണ്ട് 8-9 വർഷമായി ഭരിക്കുന്ന ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ദൗർഭാഗ്യമായ സാഹചര്യം തന്നെയാണ്. DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ, ഷാഹിദ റഹ്മാൻ, PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, നഗരസഭാ കൗൺസിലർമാരായ PN വൈശാഖ്, SAA ആസാദ്, സന്ധ്യ കൊടക്കാടത്ത്, KT ജോയ്, ബുഷറ റഷീദ്, കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് CH എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.